ഇന്നലെ വൈകുന്നേരമാണ് പാലക്കാട് പൊൽപ്പുള്ളിയിൽ കാർ പൊട്ടിത്തെറിച്ച അപകടമുണ്ടാകുന്നത്. അപകടത്തിൽ പൊള്ളലേറ്റ യുവതിയുടെയും മക്കളുടെയും നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. പൊൽപ്പുള്ളി കൈപ്പക്കോട് സ്വദേശിയായ എൽസി മാർട്ടിൻ, മക്കളായ എമിലീന മരിയ മാർട്ടിൻ, ആൽഫ്രഡ് എന്നിവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. 3 പേർക്കും 90% പൊള്ളലേറ്റിട്ടുണ്ടെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അപകടത്തിൽ മറ്റൊരു മകൾക്കും പരിക്കേറ്റിട്ടുണ്ട്. ഈ കുട്ടിക്ക് നിസാര പരിക്കുകളാണുള്ളത്. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് യുവതിയും മക്കളും നിലവിൽ. പാലക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലെ നഴ്സായിരുന്നു എൽസി മാർട്ടിൻ. ഇന്നലെ വൈകുന്നേരം 4 മണിയോടെയാണ് അപകടമുണ്ടായത്. കുട്ടികളോടൊത്ത് പുറത്തുപോകാനായി കാറിൽ കയറിയപ്പോഴായിരുന്നു സംഭവം. കാർ അതിനിടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. പഴയ മാരുതി 800 കാറാണ് പൊട്ടിത്തെറിച്ചത്. കാറിന് പുറത്തായിരുന്നു കുട്ടികളും എൽസിയും കിടന്നിരുന്നത്. കാറിന്റെ പിൻവശത്താണ് തീ ഉയർന്നതെന്നാണ് വിവരം. കാർ സ്റ്റാർട്ട് ചെയ്ത ഉടൻ തന്നെ പെട്രോളിന്റെ മണം വന്നുവെന്നും രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് പൊട്ടിത്തെറിച്ചതെന്നും കുട്ടി പറഞ്ഞതായി ആംബുലൻസിൽ ഉണ്ടായിരുന്ന അയൽവാസി വ്യക്തമാക്കി. എൽസിയുടെ ഭർത്താവ് അടുത്തിടെയാണ് മരിച്ചത്. ഏറെ നാളായി ഉപയോഗിച്ചിട്ടില്ലാത്ത കാറാണ് ഇപ്പോൾ പൊട്ടിത്തെറിച്ചത്. അപകട കാരണം കണ്ടെത്താനായി മോട്ടോർ വാഹന വകുപ്പ്, ഫയർഫോഴ്സ്, പോലീസ് എന്നിവരുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി. ബാറ്ററി ഷോർട്ട് സർക്യൂട്ട് ആയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് ഫയർഫോഴ്സ് അറിയിച്ചു. കാറിന്റെ കാലപ്പഴക്കമായിരിക്കാം ഷോർട്ട് സർക്യൂട്ടിലേക്ക് നയിച്ചതെന്നും പൂർണ്ണമായും കത്തി നശിച്ച കാറിൽ വിശദ പരിശോധന നടത്താൻ കഴിയില്ലെന്നും ചിറ്റൂരിലെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി.